റോഡ് പണിക്കാരെ പോലും വെറുതെ വിടില്ല. എവിടെ കണ്ടന്റ് ഉണ്ടായാലും അവിടെ ചാടി ഇറങ്ങും. എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു, പാവം ഞാൻ. റോഡ് പണി എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചയല്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ദൂരെ നിന്നും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് കാണുന്നത് ഇപ്പോഴാണ്. കൂടുതലും ഈ പണിക്ക് ഹിന്ദു ചേട്ടന്മാരെയാണ് കാണാറുള്ളത്. മലയാളി ചേട്ടന്മാർക്ക് തീരെ വയ്യല്ലോ അല്ലേ. യന്ത്രങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് വിശദീകരിക്കാനുള്ള ജ്ഞാനം എനിക്ക് ഇതുവരെയ്ക്കും ആയിട്ടില്ല. സിമന്റും മണലും ജല്ലിയും വെള്ളം എല്ലാം എടുത്ത് യന്ത്രത്തിൽ ഇട്ട് കൊടുത്താൽ കറങ്ങി തിരിച്ച് നേരെ തെങ്ങി വരും. അപ്പോൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഇടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. സമയം പോയത് അറിഞ്ഞില്ല. കുറേ നേരം വായി നോക്കി അവിടെയൊക്കെ നിന്നു. ഇവള് കുറേ നേരം കൊണ്ട് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് പേനെല്ലാം നുള്ളി തുറന്ന് താഴെ ഇടുവാണല്ലോ. എന്തൊരുട്ടി കാണിച്ചിട്ടും പോണില്ലെന്ന് മനസ്സിലായതോടുകൂടി അവർ വീണ്ടും ജോലി തുടങ്ങി. ഞാനാരാ മോള്. കയ്യിലത്ത് കഷ്ടപ്പെടുന്ന കുറേ ചേട്ടന്മാരും അവരെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഞാനും. അടുത്ത യന്ത്രം, ഇതിൻ്റെയും പേരറിയില്ല. ഞാൻ എന്തിനാണ് ദൈവം ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. റോഡിൽ വെള്ള പെയിന്റ് അടിക്കുന്ന ഒരു യന്ത്രം. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കല്ലേ. ശരിക്കും ഇവരെയൊക്കെ സമ്മതിക്കണം. എന്തോ ഒരു ഓഞ്ഞ ഗന്ധം മൂക്കിലെല്ലാം അടിച്ചു കയറി ബോധം പോയ ഞാൻ. ആ യന്ത്രത്തിന് തീയും പുകയും കായും എല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെ വിഷപ്പുകൾ ശ്വസിച്ചായിരിക്കും ഇവർ ജോലി ചെയ്യുന്നല്ലേ. ഇവരും മനുഷ്യരല്ലേ. അപ്പം നമ്മുടെ റോഡൊക്കെ കിടിലമായിട്ടുണ്ട് കേട്ടോ.